ഹലോ കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ കഥ സൂര്യൻ നിശ്ചലമായി നിൽക്കുന്നു എന്നതാണ്. കൂട്ടുകാരെ, യോശുവയെ നോക്കൂ. അവൻ എന്താണ് ചെയ്യുന്നത്? സൂര്യ നിശ്ചലമായി നിൽക്കൂ എന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ്. അപ്പോൾ സൂര്യൻ നിശ്ചലമായി നിൽക്കുന്നു. ഒരു ദിവസം മുഴുവനും അത് ആകാശത്തിന്റെ നടുവിൽ തന്നെ മാറാതെ നിൽക്കുന്നു. അങ്ങനെ സംഭവിക്കുവാൻ യഹോവ ഇടയാക്കുന്നു കൂട്ടുകാരെ. എന്നാൽ സൂര്യൻ പ്രകാശിച്ചുകൊണ്ടേയിരിക്കാൻ യോശുവ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും എന്ന് നമുക്ക് ഒന്ന് നോക്കിയാലോ? കൂട്ടുകാരെ, കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ കഥയിൽ നമ്മൾ കണ്ടു, ഗിബിയോന്യർ ഇസ്രായേലിയരുമായി സമാധാന ഉടമ്പടി നടത്തിയതോടുകൂടി കനാനിലുള്ള രാജാക്കന്മാർക്ക് ഗിബിയോന്യരുടെ മേൽ ദേഷ്യം തോന്നി അവരെ ആക്രമിക്കുവാൻ തയ്യാറാവുകയാണ്. ഇവിടെ കനാനിലെ ദുഷ്ടരായ 5 രാജാക്കന്മാർ ഗിബിയോന്യരെ ആക്രമിച്ചപ്പോൾ ഗിബിയോന്യർ സഹായം ചോദിച്ചുകൊണ്ട് യോശുവയുടെ അടുത്തേക്ക് ഒരാളെ അയക്കുകയാണ്. ഇവിടെ വേഗം വന്ന് ഞങ്ങളെ രക്ഷിക്കൂ എന്ന് അയാൾ പറയുന്നു. മലമ്പ്രദേശത്തെ എല്ലാ രാജാക്കന്മാരും നിങ്ങളുടെ ദാസന്മാരായ ഞങ്ങളെ ആക്രമിക്കാൻ വന്നിരിക്കുകയാണ്. ഇത് കേട്ടയുടനെ യോശുവ തൻ്റെ പടയാളികളുമായി ഗിബിയോനിലേക്ക് പുറപ്പെടുകയാണ്. രാത്രി മുഴുവൻ അവൻ യാത്ര ചെയ്യുന്നു. അവർ വരുന്നത് കാണുമ്പോൾ ആ 5 രാജാക്കന്മാരുടെ പടയാളികൾ പേടിച്ച് ഓടിപ്പോകുവാൻ തുടങ്ങുന്നു. അപ്പോഴാണ് കൂട്ടുകാരെ യഹോവ കന്മഴ പെയ്യ്ക്കുന്നത്. ആകാശത്ത് നിന്ന് വലിയ മഞ്ഞുകട്ടകൾ വീഴുവാൻ തുടങ്ങുന്നു. യോശുവയുടെ പടയാളികളാൽ കൊല്ലപ്പെട്ടതിനേക്കാൾ കൂടുതൽ പടയാളികളെ കന്മഴ നശിപ്പിക്കുന്നതായി നാം കാണുന്നു. എന്നാൽ കൂട്ടുകാരെ, സൂര്യൻ പെട്ടെന്ന് തന്നെ അസ്തമിക്കുവാൻ പോകുകയാണ്. ഇരുട്ട് വീണു കഴിഞ്ഞാൽ ആ 5 രാജാക്കന്മാരുടെ പടയാളികളിൽ പലരും രക്ഷപ്പെടും എന്ന് യോശുവയ്ക്ക് തോന്നി. അതുകൊണ്ട് അവൻ യഹോവയോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: സൂര്യ നിശ്ചലമായി നിൽക്കൂ എന്ന്. സൂര്യൻ പ്രകാശിച്ചുകൊണ്ടിരിക്കവേ ഇസ്രായേലിയർ യുദ്ധം ജയിക്കുന്നു. കൂട്ടുകാരെ, ദൈവജനത്തെ ഒട്ടും ഇഷ്ടമില്ലാത്ത കുറേ ദുഷ്ടരാജാക്കന്മാർ കൂടി ഈ കനാൻ ദേശത്തുണ്ടായിരുന്നു. ദേശത്ത് ഏകദേശം 31 രാജാക്കന്മാരുണ്ടായിരുന്നു. ഇവരെ തോൽപ്പിക്കാൻ യോശുവയ്ക്കും സൈന്യത്തിനും ഏകദേശം 6 വർഷം വേണ്ടി വന്നു. അതിനുശേഷം തൻ്റെ ഓഹരി കിട്ടാത്ത ഇസ്രായേലിയ ഗോത്രങ്ങൾക്ക് യോശുവ കനാൻ ദേശം വീതിച്ചു കൊടുക്കുന്നു. കൂട്ടുകാരെ, അങ്ങനെ വർഷങ്ങൾ നീണ്ടുപോയി. യോശുവയ്ക്ക് ഇപ്പോൾ 110 വയസ്സായി. 110ാമത്തെ വയസ്സിൽ യോശുവ മരിക്കുന്നു. അവനും കൂട്ടുകാരും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ജനം യഹോവയാം ദൈവത്തെ അനുസരിക്കുന്നു. എന്നാൽ ഈ നല്ല മനുഷ്യരുടെ മരണത്തിനു ശേഷം ജനം മോശമായ കാര്യങ്ങൾ ചെയ്യുകയും കുഴപ്പത്തിൽ അകപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ അവർക്ക് ദൈവത്തിൻ്റെ സഹായം ശരിക്കും ആവശ്യമായി വരുന്നു. കൂട്ടുകാരെ, ഇന്നത്തെ കഥ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ഒന്നാമതായി ദൈവത്തിൻ്റെ ജനങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണ്. യോശുവയ്ക്കും ഇസ്രായേൽ സൈന്യത്തിനും വേണ്ടി ദൈവം നിരവധി അത്ഭുതങ്ങൾ നടത്തി. സൂര്യനെ നിശ്ചലമാക്കിയത് മാത്രമല്ല, ഗിബിയോന്യർ യോശുവയുമായി കബളിപ്പിച്ചുകൊണ്ട് ഉടമ്പടി ഉണ്ടാക്കി തട്ടിപ്പ് ചെയ്തു. എങ്കിലും ഈ 5 അമോര്യ രാജാക്കന്മാരിൽ നിന്നുള്ള ആക്രമണത്തിൽ രക്ഷിക്കണമെന്ന് യോശുവയോട് ഗിബിയോന്യർ ആവശ്യപ്പെട്ടു. അപ്പോൾ യോശുവ അവരുടെ ചതിവിനെ ഗണ്യമാക്കാതെ അവരുടെ സഹായത്തിനായി ഗിൽഗാലിൽ പുറപ്പെട്ടു. കൂട്ടുകാരെ, ദൈവം യോശുവയ്ക്ക് ഉറപ്പ് കൊടുത്തിരുന്നു: അവരെ ഭയപ്പെടേണ്ട, ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ദൈവം
ശത്രുക്കളിൽ വലിയ കന്മഴകൾ പെയ്യിച്ചു. വാളിനാൽ കൊലപ്പെട്ടവരെക്കാൾ കൂടുതലായിരുന്നു അതിൽ മരിച്ചത്. അത്ഭുതകരമായി കല്ലുകൾ ഇസ്രായേലിയരുടെ മേൽ വീണില്ല. ദൈവത്തിന്റെ സംരക്ഷണവും ചിന്തയും ഇതിൽ നിന്നും വ്യക്തമാണ് കൂട്ടുകാരെ. രാത്രികാലം അടുത്തപ്പോഴോ യോശുവ സൂര്യൻ നിശ്ചലമാകണമെന്ന് പ്രാർത്ഥിച്ചു. ദൈവം യോശുവയുടെ പ്രാർത്ഥന കേട്ടു. ഈ അത്ഭുതങ്ങൾ ദൈവം തൻ്റെ ജനത്തെ സംരക്ഷിക്കാനാണ് ചെയ്തത് എന്ന് തെളിയിക്കുന്നു. കൂട്ടുകാരെ, ഇന്നും ദൈവം നമ്മെ ശ്രദ്ധിക്കുന്നുണ്ട്. അത്ഭുതങ്ങളിലൂടെ അല്ല എങ്കിൽ പോലും തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കരുണ കാണിക്കണം. 1 പത്രോസ് 5:7 ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ സകല ചിന്തകളും അവനിൽ നിക്ഷേപിപ്പിൻ, അവൻ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന്. രണ്ടാമതായി, ദൈവത്തിന്റെ സൃഷ്ടിയിലേക്കുള്ള നിയന്ത്രണമാണ് കൂട്ടുകാരെ. സൃഷ്ടിയെ വാക്കിലൂടെ ഉണ്ടാക്കിയ ദൈവം അതിന്മേൽ പൂർണ്ണ നിയന്ത്രണമുണ്ട് എന്ന് വിചാരിക്കണം. ദൈവം സത്യമാണ് എന്ന് വിശ്വസിച്ചാൽ അത്ഭുതങ്ങൾ സാധാരണമാണ്. കാരണം ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ. പ്രകൃതി, ദുരന്തം, രോഗങ്ങളും എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ച് നാം പലതും മനസ്സിലാക്കാൻ പ്രയാസമാണ്. ബൈബിൾ വെളിപ്പെടുത്തുന്നു, എന്നാൽ പലപ്പോഴും ദൈവത്തിൻ്റെ പദ്ധതികൾ നാം ഈ ജീവിതത്തിൽ അറിയാൻ സാധ്യമാകുകയില്ല എന്ന് വരാം. കൂട്ടുകാരെ, വിശ്വസ്തരായ നമുക്ക് ദൈവത്തിൽ മുഴുവൻ വിശ്വാസം വെക്കണം എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം. കാണുന്നത് പോലെയല്ല, വിശ്വാസത്തിലൂടെയാണ് നടക്കേണ്ടത്. ലോകത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ ദൈവം ഇപ്പോഴും സജീവമായി ഇടപെടുന്നു. ദൈവത്തിൻ്റെ കരുണയും നിയന്ത്രണവും സദാ നിലനിൽക്കുന്നു കൂട്ടുകാരെ. മൂന്നാമതായി, പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ പ്രാർത്ഥന ദൈവം സമ്മതിക്കുന്നു അല്ലെങ്കിൽ കേൾക്കുന്നു എന്നതാണ്. സൂര്യൻ നിശ്ചലമായ അത്ഭുതം യോശുവയുടെ ഉത്സാഹമുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടിയായി സംഭവിച്ചു. ഇതിലൂടെ പ്രാർത്ഥനയുടെ ശക്തിയും ദൈവം ഉത്തരം നൽകുന്നവനാണ് എന്നതും വ്യക്തമാകുന്നു. ഇന്ന് ദൈവം നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അത്ഭുതങ്ങൾ ചെയ്യുന്നു. അത് അവൻ്റെ ഇഷ്ടത്തിലും നമ്മുടെ സമർപ്പണത്തിലുമാണ് ആശ്രിതം. കൂട്ടുകാരെ, ദൈവം നമ്മെ സ്നേഹിക്കുന്നു, നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നു. അവനിൽ ശരണം പ്രാപിച്ചാൽ അത്ഭുതങ്ങൾ ഇപ്പോഴും നടക്കും കൂട്ടുകാരെ. അതുകൊണ്ട് കൂട്ടുകാരായ നമ്മളെല്ലാവരും ദൈവത്തെ ഉറ്റായി സ്നേഹിക്കുകയും ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുക. കാണുന്ന കാര്യങ്ങളിലല്ല, വിശ്വാസത്താലാണ് ദൈവത്തിൽ നമുക്ക് ജയം നേടേണ്ടത്. ഇന്നത്തെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. നാളെ നല്ലൊരു കഥയുമായി വരുന്നത് വരെ കൂട്ടുകാർ മിടുമിടുക്കരായിരിക്കണേ. നിങ്ങളുടെ സ്വന്തം ബെൻസി ആൻറ്റി. ബൈ, ടേക്ക് കെയർ.